ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ആ സമയത്താണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ശ്രുതിയും അതുപോലെ രേവതിയും ഒക്കെ. രേവതി അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ വേഗം തന്നെ അവൻ്റെ അരികിലിരിക്കുന്ന, അതായത് സച്ചി കിടന്നുറങ്ങാനുള്ള അതിൻ്റെ അരികിലായിട്ട് അവൻ്റെ ഫോൺ ഇരിക്കുന്നുണ്ട്. ആ ഫോൺ എടുക്കാൻ വേണ്ടി പയ്യെ പയ്യെ വരികയാണ്. പെട്ടെന്നാണ് സച്ചി ചാടി എഴുന്നേൽക്കുന്നത്. ചാടി എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ആ ഫോൺ എടുത്തിട്ട് സമയം നോക്കുകയാണ്. അയ്യോ, 8 മണിയായല്ലോ എന്നും പറഞ്ഞ് വേഗം തന്നെ ആ ഫോണ് അവിടെ വെച്ചിട്ട് നമ്മുടെ രേവതി എന്നിങ്ങനെ വിളിച്ചിട്ട് രേവതിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കും ശ്രുതി അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ ഫോൺ ഇരിക്കുന്ന ആ ഭാഗത്ത് തന്നെയായിട്ട്, ഹാളിലായിട്ട് തന്നെ. അപ്പോൾ അവിടെ നിന്നും പയ്യനെ ആ ഫോൺ കൈക്കലാക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സച്ചി ആണെങ്കിൽ രേവതിയോട് ചോദിക്കുന്നുണ്ട്, ഇടി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് വാടകയുണ്ട്, വേഗം പോകണമെന്ന്, നീ എന്നെ വിളിക്കാഞ്ഞത്, 8 മണി ആയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, 5 മിനിറ്റ് എന്നും പറഞ്ഞ് സച്ചേട്ടൻ തന്നെയല്ലേ അവിടെ കിടന്നത് എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് നേരം വൈകി എന്നും പറഞ്ഞിട്ട് ആ ഫോണും എടുത്തിട്ട്, അപ്പോഴേക്കും ശ്രുതി ആ ഫോൺ എടുക്കാൻ വേണ്ടി അവിടേക്ക് പോകുമ്പോഴേക്കും സച്ചി അവിടേക്ക് ആ ഫോണിൻ്റെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ അവളിങ്ങനെ അറിയാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉലാത്തുകയാണ്. അപ്പോൾ സച്ചി ആണെങ്കിൽ തൻ്റെ ഫോൺ കയ്യിലെടുത്തിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ പാർലേട്ടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ, എനിക്കിവിടെ നടക്കാൻ പാടില്ലേ, ഇനി അതും നിന്നോട് അനുവാദം ചോദിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി. അപ്പം ശ്രുതിയോട് സച്ചി പറയാണ്, അയ്യോ ഇവിടെ നടക്കേ, അല്ലെങ്കിൽ നീ റോട്ടിൽ പോയി നടക്കേ, എവിടെ വേണമെങ്കിലും നടന്നു, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ആ ഫോണും എടുത്തിട്ട് റൂമിലേക്ക് പോവുകയാണ് കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് ആ ഫോൺ എടുത്തിട്ട് ആ ഒരു ടേബിളിൽ അങ്ങനെ ചാർജർ എടുത്ത് കുത്തി വെക്കുകയാണ്. അതിനുശേഷം വേഗം തന്നെ അവൻ കുളിക്കാൻ കുളിമുറിയിലേക്ക് കയറുമ്പോൾ തന്നെ ഓടി കയറുകയാണ് ആ റൂമിലേക്ക് നമ്മുടെ ശ്രുതി. എന്നിട്ട് ആ ഫോൺ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോഴേക്കും എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതി എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും എന്താ സച്ചിയേട്ടാ എന്ന് ചോദിച്ചിട്ട് രേവതി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ആ ഫോൺ എടുത്തിട്ട് വേഗം തന്നെ ശ്രുതി അവരുടെ ആ ബെഡ് ഉണ്ടല്ലോ, ആ റൂമിൽ കിടക്കുന്ന ആ ബെഡിൻ്റെ കട്ടിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ് ആ ഫോൺ കയ്യിൽ പിടിച്ചിട്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ടവൽ എടുക്കാൻ മറന്നിട്ട് ഒന്ന് എടുത്തു തന്നേ എന്ന് പറയുന്നുണ്ട്. ഈ സച്ചിയേട്ടൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞിട്ട് ടവൽ എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേഗം ഉണ്ടാക്കി വെക്കിയിട്ടാണ് ഇങ്ങനെ പറയുമ്പോൾ രേവതി പറയുന്നത്, അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, വേഗം കുളിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞ് രേവതി അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ഈ ശ്രുതി ഈ കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് അത് എങ്ങനെയെങ്കിലും ആ ഫോണിലത്തെ ആ വീഡിയോ തൻ്റെ ഫോണിലേക്ക് അയക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ചന്ദ്രമതി എത്തുകയാണ്. അപ്പം ചന്ദ്ര ഫോണിൽ ഭാമയോട് സംസാരിച്ചു കൊണ്ടാണ് വരുന്നത്. അങ്ങനെ ചന്ദ്ര ഡാൻസ് ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നതിൽ ശരിക്കും നമ്മുടെ ശ്രുതി ആ കട്ടിലിൻ്റെ ഇടയിൽ കിടക്കുന്ന കാഴ്ച കാണുമായിരുന്നു. അപ്പോൾ ശ്രുതിക്ക് ആകെ പേടിയാവാണ്. ശ്രുതി അവിടെ നിന്നും പയ്യെ ഇങ്ങനെ പേടിച്ചങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്നും പോകും. പിന്നെ പെട്ടെന്ന് തന്നെ സച്ചി കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. ടവലൊക്കെ മാറ്റി അവിടെ വെച്ച ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ആ സമയം ശ്രുതിയാണെങ്കിൽ കണ്ണൊക്കെ ഇങ്ങനെ പൊത്തി കിടക്കുകയാണ്. അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ അവിടേക്ക് രേവതി ഓടി വരികയാണ്. കുളി കഴിഞ്ഞു ഇത്ര വേഗം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിയെ വിളിച്ചിട്ട് രേവതിയോട് പറയാണ്, എൻ്റെ തലയിൽ ഒന്ന് ടവലുകൊണ്ടൊന്ന് തല തോർത്ത് തായോ എന്ന് പറയുന്നുണ്ട്. കുളിച്ച ആൾക്ക് തല തോർത്താനുള്ള കയ്യില്ലേ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നീയല്ലേ പറഞ്ഞത് ഇന്നെപ്പോലത്തെ ഒരു ഭാര്യയെ ഈ ലോകത്തുണ്ടാകില്ലെന്ന്, അപ്പം നിനക്കൊന്ന് തോർത്തി തന്നൂടെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ആ ടവല് വാങ്ങി ഇങ്ങനെ തല ഇങ്ങനെ തോർത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി ആണെങ്കിൽ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. മിണ്ടാതിരിക്കുക, ആരെങ്കിലും കാണും എന്നിങ്ങനെ രേവതി പറയുകയാണ്. അപ്പോൾ വേഗം തന്നെ ചെന്ന് സച്ചി ആ റൂമിൻ്റെ വാതിൽ അങ്ങ് അടയ്ക്കുകയാണ്. ഇനി ആരും കാണില്ലല്ലോ, ഇനി നമ്മൾ രണ്ടാൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവർ ചെറിയ രീതിയിൽ ഇങ്ങനെ റൊമാൻറ്റിക് ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം വരാണ്. അവർക്ക് റൊമാൻറ്റിക് ആവാൻ കണ്ടൊരു നേരം എന്നൊക്കെ ഇങ്ങനെ പിറുപിറുത്ത് അവിടെ ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ട് ആ കട്ടിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്.
അപ്പോൾ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ നീ എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഫുഡ് എടുത്തുകൊണ്ട് വായോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നീ എൻ്റെ വായിൽ വെച്ചതായോ എന്ന് പറയുമ്പോൾ വേഗം തന്നെ പോയിട്ട് മസാലയും പൂരിയാണ്. അപ്പോൾ വേഗം പോയിട്ട് നമ്മുടെ രേവതി അതൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അത് എന്നിട്ട് സച്ചിയുടെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഈ മസാലയും പൂരിയും നമ്മൾ രണ്ടു പേരും പോലെയാണ്. മസാലയും പൂരിയും ചേർന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ, ഒരാൾ മസാലയും ഒരാൾ പൂരിയും അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ ഫോണ് ഇങ്ങനെ അമർന്നിങ്ങനെ പയ്യെ കിടക്കുകയാണ്. അങ്ങനെ ആ സമയത്താണെങ്കിൽ അവർ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചാർജറിലിട്ടിരുന്ന ഫോൺ സച്ചി തിരയുകയാണ്. അപ്പോൾ ചാർജറിൽ അവിടെ ഫോൺ കാണാനില്ല. അപ്പോൾ നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, അയ്യോ രേവതി, എൻ്റെ ഫോൺ ഇവിടെ ചാർജിൽ വെച്ചിരുന്നു, ഇവിടെ കാണാനില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അവിടെ നോക്ക് എന്ന് പറയുമ്പോൾ ഇല്ല ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കള്ളുടിയന്മാരുടെ ഓർമ്മയൊക്കെ ഇതുപോലെ തന്നെയാണ് എല്ലാ കള്ളുടിയന്മാരുടെയും. പയ്യെ പയ്യെ അവരുടെ ഓർമ്മയൊക്കെ നഷ്ടപ്പെടും എന്നിങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് രേവതി. നീ എന്ത് പറഞ്ഞാൽ ഇപ്പം അതിലല്ല വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നല്ല രീതിയിൽ ആലോചിച്ച് നോക്കുന്നുണ്ട് കേട്ടോ സച്ചി. അപ്പം സച്ചിക്ക് നല്ല ഉറപ്പുണ്ട് തൻ്റെ ഫോൺ ഇവിടെ തന്നെയാണ് കുത്തിവെച്ചതെന്നുള്ളത്. അങ്ങനെ അവർ പുറത്ത് ഹാളിൽ ചെന്ന് നോക്കുകയാണ്, അവിടെ എങ്ങാനും ഉണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ തിരഞ്ഞു നടക്കുകയാണ്. ശ്രുതിയെ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് എല്ലാവരും നടക്കുന്നുണ്ട്. അപ്പം സച്ചി ഉണ്ടായിരുന്ന സമയത്ത് സച്ചിയുടെ റൂമിലേക്ക് കയറിയിട്ട് ഇവിടെ ശ്രുതി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാണ്, നിനക്ക് ഭ്രാന്തുണ്ടോ, ഞാനിവിടെ ഒറ്റയ്ക്കുള്ളപ്പോൾ നിന്റെ ഭാര്യ എങ്ങനെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കാന്ന് ചോദിക്കുന്നുണ്ട്. അത് ശരിയാണില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫോൺ കാണാതെ ആകുമ്പോൾ അത് ശ്രുതിയാണ് എടുത്തതെന്ന് സച്ചി പറയുന്നുണ്ട്. ഇവനാണ് ആ സമയത്ത് റൂമിലേക്ക് വന്നത്, വേറെ ആരും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ വീഡിയോ തിരഞ്ഞ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടെത്തിയ ഭയങ്കര ആഹ്ലാദത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ തൻ്റെ ഫോണിലിട്ട് അത് അയക്കാൻ നിൽക്കുമ്പോൾ ഫോണിലുണ്ടായിരുന്ന ചാർജ് അങ്ങ് കംപ്ലീറ്റ് തീർന്നത് ആ ഫോൺ ഓഫായി പോവുകയാണ്. അപ്പോൾ ശ്രുതി ആകെ അബദ്ധം പറ്റിയ പോലെ അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. വല്ലാത്തൊരു അബദ്ധമായി പോയല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി പെട്ടെന്ന് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് വേഗം തന്നെ അവിടെ വെക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് രേവതിയും സച്ചിയും വീണ്ടും ആ റൂമിലേക്ക് വരുന്നുണ്ട്, ഒന്നും കൂടി അവിടെ നോക്കാൻ വേണ്ടി. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവർ കാണുന്നില്ല. അങ്ങനെ ഫോൺ അവിടെ നിന്നും കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഫോണും എടുത്തിട്ട് സച്ചി പോവാൻ നിൽക്കുകയൊക്കെ ചെയ്യാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി ഒരു 500 രൂപ തായോ, ശ്രുതിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ചന്ദ്രയോട് ഇറക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നത് എൻ്റെ കയ്യിലില്ല എന്ന് പറയുകയാണ്. അച്ഛനോട് ചോദിക്കുമ്പോഴും അച്ഛനും പറയാണ്, എൻ്റെ കയ്യിലില്ല, നീ എനിക്ക് തരാനുള്ള പൈസ ആദ്യം തായോ, എന്നിട്ട് വീണ്ടും പൈസ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ശ്രുതി അവിടേക്ക് എത്തുകയാണ്. ശ്രുതി, നീ എവിടെയായിരുന്നു, ഞാൻ നിന്നെ എത്രയോ തെരഞ്ഞു എന്നിങ്ങനെ ശ്രുതി പറയുമ്പോൾ ഞാൻ മുകളിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മുകളിലുണ്ടായിരുന്നു, ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും സച്ചിയുടെ ഫോണിൽ ആ വീഡിയോ ഇതുവരെയും നമ്മുടെ ശ്രുതിക്ക് കിട്ടിയിട്ടില്ല. ശ്രുതിയുടെ ശ്രമങ്ങളെല്ലാം തന്നെ അത് പാളിപ്പോവുകയാണ്. അങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.